PSC ബോർഡിൽ നിന്ന് പിരിച്ചുവിടുക എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ NA മുഹമ്മദ് കുട്ടി അവരുടെ നേതൃത്വത്തിൽ നയിക്കുന്ന മാർച്ചും ധർണയുമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിറകിലായി PSC ആസ്ഥാനത്തേക്ക് പ്രയാണം ആരംഭിക്കുന്നത്. PSC അംഗം രമ്യയെ പുറത്താക്കുക, കോഴക്ക് കൂട്ടുനിന്ന മന്ത്രി AK ശശീന്ദ്രനെ പുറത്താക്കുക, കോഴ വാങ്ങിയ സംഭവത്തിൽ PC ചാക്കോ അടക്കമുള്ളവർ പ്രതികളായ കേസിൽ പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നൽകുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് NCP പ്രവർത്തകർ PSC ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. വൈദ്യുതി ഭവൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് PSC ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരായ അഴിമതിക്കറ തുടച്ചു നീക്കാൻ മുഖ്യമന്ത്രിക്ക് കിട്ടിയ സുവർണാവസരമാണ് ഇതെന്നും മന്ത്രി ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി കേസന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത് എന്നും NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. വൻതുക കോഴ നൽകി PSC അംഗമായ രമ്യയെ പുറത്താക്കാൻ ഗവർണർ തയ്യാറാകണം. PSCയുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തുവന്നിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. ഇപ്പോൾ നടക്കുന്നത് അഴിമതിക്കെതിരായ സമരത്തിന്റെ തുടക്കം മാത്രമാണെന്നും NA മുഹമ്മദ് കുട്ടി കൂട്ടിച്ചേർത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മധുകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ അധ്യക്ഷനായിരുന്നു. അന്തരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന്റെ ചരമദിനം പ്രമാണിച്ച് സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർത്ഥസാരഥി മാസ്റ്റർ ധർണാ സമര പ്രമേയവും അവതരിപ്പിച്ചു. മൈനോറിറ്റി ദേശീയ വൈസ് ചെയർമാനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KA ജബ്ബാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ KK ഷംസുദ്ദീൻ, സാബു മത്തായി, മൈനോറിറ്റി ദേശീയ ജനറൽ സെക്രട്ടറി നാദിർ ഷാ മലപ്പുറം, അഡ്വക്കേറ്റ് റൌഫ് ഇലയിൽ, ഷാജിർ ആലത്തിയൂർ, അഡ്വക്കേറ്റ് VS കവിത, CK ഗഫൂർ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ ആലപ്പുഴ, റഹ്മത്തുള്ള മലപ്പുറം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.